പത്തനംതിട്ട CPIM സ്വീകരിച്ച കുമ്പഴ സ്വദേശി സുധീഷ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വടിവാൾ കൊണ്ട് വെട്ടിയ കേസിൽ ഒന്നാം പ്രതിയാണ്. 2021 LDF സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയാണ് സുധീഷും സംഘവും ആക്രമിച്ചത്. സുധീഷ് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ മാസം 5-ാം തീയതിയാണ് കുമ്പഴ സ്വദേശി സുധീഷ് ഉൾപ്പെടെ 62 പേരെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, മന്ത്രി വീണ ജോർജ് എന്നിവർ ചേർന്ന് CPM-ലേക്ക് സ്വീകരിച്ചത്. വധശ്രമ കേസിൽ പ്രതിയായ സുധീഷ് ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. 2021 ഏപ്രിൽ 4-ന് പത്തനംതിട്ട വെട്ടിപ്പുറം ജംഗ്ഷനിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് സുധീഷ്. സുധീഷ് ഉൾപ്പെടെ 5 പ്രതികളാണ് കേസിലുള്ളത്. വാൾ, കമ്പിവടി, ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ച് സുധീഷും സംഘവും ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുജിത്, ആകാശ്, അഖിൽ സതീഷ് എന്നിവരെ ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ മൂവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം ആരോപിച്ചിരുന്നു. ആറന്മുളയിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന വീണ ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സുജിത്തിനെയും ആകാശിനെയും അഖിലിനെയും സുധീഷും സംഘവും ആക്രമിച്ചത്. സുധീഷ് വടിവാളുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ തലയ്ക്ക് വെട്ടിയതായും കമ്പിവടി കൊണ്ട് കഴുത്തിലും പുറത്തും അടിച്ചതായും വടിവാൾ വീശിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ 2 കൈപ്പത്തികൾക്കും പരിക്കേറ്റതായും FIR-ലുണ്ട്. മറ്റു പ്രതികൾ കൈകൾ കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ശരീരമാസകലം അടിച്ചതായും FIR-ൽ പറയുന്നു. IPC 1860, 143, 147, 148, 323, 324, 308, 149 വകുപ്പുകൾ പ്രകാരമാണ് സുധീഷിനെതിരെ കേസെടുത്തിരുന്നത്. 2023 നവംബറിൽ മേലെ വെട്ടിപ്പുറത്ത് വെച്ച് SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ സുധീഷിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഇതുവരെ സുധീഷിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. റിപ്പോർട്ടർ, പത്തനംതിട്ട.